നമ്മളൊന്ന് മരിച്ചാൽ, നമ്മുടെ ശ്വാസം ഒന്ന് നിലച്ചാൽ, നമ്മുടെ ഈ ദുനിയാവിലെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് നമ്മളെ കൊണ്ടുപോയി ഖബറടക്കിയാൽ ഒരു ദിവസം വരാനുണ്ടല്ലോ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് സുമ്മ ഇലൈനാ തുർജഊൻ. നമ്മുടെ ചാൻസ് കഴിയാൻ പോവാണ്, മരിക്കണം. മരണത്തിന്റെ അവസാന സമയങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് നമുക്ക് വരും, ഉറപ്പുള്ള കാര്യമാണ്. മരിച്ചു കഴിഞ്ഞാൽ എത്ര വിലപിടിപ്പുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്തവനാണെങ്കിലും ആ കട്ടിലിലേക്ക് അവനെ മാറ്റി കിടത്തുകയാണ്, മയ്യത്ത് കട്ടിലിലേക്ക്. ബ്രാൻഡഡ് ഷർട്ടുകളും അടിപൊളി പാന്റുകളും ഇട്ട് നടന്ന് അതിൽ ആസ്വാദനം കണ്ട മനുഷ്യനെ 3 കഫൻ പുടവയിലേക്ക് പൊതിഞ്ഞു മാറ്റുകയാണ്. മണിമാളിക സൗധത്തിൽ AC റൂമിൽ സുഖമായി കടന്നിറങ്ങിയ കൊട്ടാര സമാനമായ ജീവിതമുള്ള മുതലാളി 6 അടി മണ്ണിലേക്ക്, ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു നാള് വരാനുണ്ട്. ഇത് ദുനിയാവാണ്, ഇവിടുന്ന് പോണം നമുക്ക്. ഉലമാക്കന്മാർ എത്ര ഗൗരവത്തോടെയാണ് പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മരിച്ച് ആ മനുഷ്യനെ ഖബറടക്കി കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ കാണുകയാണ്, ഖബറടക്കം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ആ കൊണ്ടുപോയി ഖബറടക്കിയ കുടുംബക്കാര് വീണ്ടും ഫോണിലാണ്. ആ ഖബറടക്കം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ അവർ ഭക്ഷണത്തിലാണ്, അവർ മറ്റു തിരക്കിലാണ്. മറവ് ചെയ്ത വ്യക്തിയെ മറക്കുന്നു, സ്വന്തം മരണത്തെ മറക്കുന്നു. അന്ന് വൈകുന്നേരമാകുമ്പോഴത്തേക്ക് ഹൽക്ക തുടങ്ങുകയാണ്, ദിക്ർ തുടങ്ങുകയാണ്. കുടുംബക്കാര് മയ്യത്തിനെ കുറിച്ച് ചർച്ചകൾ മാറുകയാണ്. എന്ത് വിളമ്പണം, എന്ത് കൊടുക്കണം, എത്ര വിളമ്പണം, ആരൊക്കെ വിളിക്കണം, 3 ആരൊക്കെ വിളിക്കണം, അന്ന് ആരൊക്കെ വിളിക്കണം, എന്ത് കൊടുക്കണം, എത്ര കിണ്ടൽ വെക്കണം എന്ന് ചർച്ചയാവുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ചിലരെ പറ്റി പറയും, അയാള് ആർക്കും ഒരു ബാധ്യതയില്ലാതെ മരിച്ചവനാണ്. എന്റെ ബാധ്യത ഇല്ലാത്തത്, ഒറ്റ ദിവസം പോലും അദ്ദേഹം കടന്നിട്ടില്ല, ഒരു രോഗമില്ലാതെ മരിച്ചത്. സുഹൃത്തുക്കളെ, അയാൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെയാണ് പോയതെന്ന് നമ്മൾ പറയുന്നു. അദ്ദേഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, ആലോചിക്കുന്നുണ്ടോ? ഒരു അമലിന് വേണ്ടി കൊതിക്കുന്ന ഒരു നാള്, ആ ഖബറിനകത്ത് കിടന്ന് കാലങ്ങൾ കഴിയുന്നത് അയാൾ ദുനിയാവിൽ ചെയ്ത നന്മയുടെ അടിസ്ഥാനത്തിലാണ്. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. ആ മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ഒരു ദിവസം കാഹളത്തിലൂതിയാൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് എല്ലാവരും, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മളടക്കമുള്ളവർ ഉയർത്തെഴുന്നേറ്റ് വന്ന് നമ്മൾ ചെയ്തതും പറഞ്ഞതും ഇവിടെ ഉണ്ടാക്കിയതും എല്ലാം രേഖാപുസ്തകം കയ്യിൽ തരുന്നൊരു ദിവസം. ഈ ഓർമ്മ മരിക്കണതിന്റെ മുമ്പ് വേണം. ആ ഗ്രന്ഥം ഇങ്ങനെ കയ്യിൽ കിട്ടുമ്പോഴാണ്, യാ വൈലതാ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്തൊരു വലിയ കിതാബാണിത്! ഞാൻ ചെയ്ത ചെറുതും വലുതുമായതെല്ലാം ഈ കിതാബിലുണ്ടല്ലോ. ഒന്നും ഒഴിവില്ല, എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്, എല്ലാം രേഖപ്പെടുത്തി അവിടെ കൃത്യമായി വെക്കുന്നുണ്ട്. ആ ഗ്രന്ഥം കിട്ടുന്ന അവസാനം വിലപിച്ച് അന്ന് നമ്മൾ കെഞ്ചുകയാണ്, എന്റെ ജീവിതകാലത്ത് ഇത്രയും പൈസയും ജോലിയും അധികാരങ്ങളും സൗകര്യങ്ങളും എല്ലാം എനിക്ക് കിട്ടിയിട്ട് ഞാൻ കുറച്ച് നന്മ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെന്ന് വിലപിക്കുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ ഇന്ന് പടച്ചോൻ നമുക്ക് ബോധം തന്നിട്ടുണ്ട്, ജീവൻ നൽകിയിട്ടുണ്ട്. അത് തിരിച്ചെടുക്കുന്നതിന് മുമ്പ് ആലോചിക്കുക. നിങ്ങൾ നോക്കൂ, 2 തരം നഷ്ടങ്ങളാണ് നമ്മുടെ നാട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ഒരു വ്യക്തി, ആ വ്യക്തി ജീവിച്ചിരിക്കുന്നു, പക്ഷെ അയാളുടെ സമ്പത്ത് മുഴുവൻ ഒലിച്ചുപോയി, അല്ലെങ്കിൽ തകർന്നു പോയി, ബന്ധുക്കൾ പോയി, അയാൾ മാത്രം ബാക്കിയാവും. രണ്ടാമത്തെ ഒരു വിപത്തുണ്ട്, അയാളുടെ സമ്പത്തുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, എല്ലാമുണ്ട്, ആസ്വദിക്കാൻ അയാളില്ല, അയാൾ മരിച്ചു. എന്റെ സുഹൃത്തുക്കളെ, ഈ രംഗമൊക്കെ നമ്മുടെ മനസ്സിൽ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചിന്തകളായി കടന്നു വരിക. ഓരോരുത്തരും അവനവന് കിട്ടിയ ചാൻസുകൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലേക്ക് കൊടുക്കാൻ സന്നദ്ധരാകുക.